ഹായ്, എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ 4 മണി പലഹാരമായ വെട്ടുകേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെട്ടുകേക്ക് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. മിക്സിയുടെ ജാറ് 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളത് കുറച്ചുകൂടെ ചേർക്കുക. അതിലേക്ക് 3 ഏലക്ക കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ അല്പം വാനില എസൻസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിക്സിയുടെ ജാറിൽ ഞാൻ എടുത്തിരിക്കുന്നത് 2 കോഴിമുട്ട, 1 കപ്പ് പഞ്ചസാര, 3 ഏലക്ക, അല്പം വാനില എസൻസ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏലക്കായുടെയും വാനില എസൻസിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടത് നെയ്യാണ്, അതില്ലാത്ത തന്നെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇതിലേക്ക് അരച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പിലെ 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ മൈദയൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ് കപ്പിലെ 1 കപ്പ് എന്നതാണ് എടുത്തിരുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് റവ ഞാൻ ചേർത്ത് കൊടുത്തത് വെട്ട് കേക്ക് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റവയുടെ അളവ് കൂടരുത്, അപ്പോൾ ടേസ്റ്റ് കുറയുന്നതായിരിക്കും. ഇതിലേക്ക് അല്പം പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. വെട്ട് കേക്കിന് നല്ല മഞ്ഞ കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കളറ് ചേർക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് 3 മണിക്കൂർ അടച്ചു വെക്കുക. മണിക്കൂറിന് ശേഷം ഞാൻ ഇത് പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായി പരത്തിയെടുക്കുക. ഈ കട്ടിയിൽ പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുക. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. കേക്ക് തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ലൊരു 4 മണി പലഹാരമാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.